കോൺഫിഡന്റ് ഗ്രൂപ്പ് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് 2011 എലിമിനേഷൻ റൗണ്ടിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്റ്റേജിൽ നമ്മളോടൊപ്പം ഇപ്പൊ 10 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇത്രയും നാളും ഈ 10 കണ്ടസ്റ്റൻസ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരിൽ നിന്നും 6 പേര് നമ്മളെ പിരിഞ്ഞു പോകും. ദുബായിലെ ഗ്രാൻഡ് ഫിനാലെയിൽ 4 പേര് മാത്രമേ നമ്മളോടൊപ്പം കാണുള്ളൂ. അവരാരായിരിക്കും എന്ന് നമുക്ക് we will come to know just in a couple of minutes. പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്റെ കണ്ടസ്റ്റൻസിനോടൊക്കെ പറയട്ടെ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ജേർണി. നിങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. പലരും പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഇപ്പോൾ നല്ലോണം ഒരു പിടുത്തമായിരിക്കുന്നു. ബട്ട് ഐ എം ഷുവർ ഈ ഒരു വേദിയിൽ നിന്നും നിങ്ങൾക്കൊക്കെ ഒത്തിരി നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ആര് മുന്നോട്ട് പോയാലും ആർക്ക് വിട പറയേണ്ടി വന്നാലും ഐ എം ഷുവർ ഓൾ ഓഫ് യു ഹവ് ഗെയിൻഡ്. ആൻഡ് ഇതുപോലെ ഒരു പാനലിന്റെ മുന്നിൽ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടുക, അവരുടെ ഫീഡ്ബാക്കും അവരുടെ ജഡ്ജ്മെന്റ്സും അവരുടെ ക്രിട്ടിക്കൽ അനാലിസിസും ഒക്കെ കേൾക്കാനുള്ള ഒരു അവസരം എല്ലാവർക്കും കിട്ടുന്നതല്ല. 3000 കണ്ടസ്റ്റൻസിൽ നിന്നാണ് നിങ്ങൾ ഈ 10 പേര് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ഐ തിങ്ക് പേഴ്സണലി I think all of you are great, fantastic performers, good fighters. Okay? അപ്പൊ ഇനി നമുക്ക് ജഡ്ജസിന്റെ കോമന്റ്സ്, ഓവറോൾ കോമന്റ്സും അവരുടെ എന്താണ് തോട്ട്സ് എന്നുള്ളത് അറിയാം. ജഡ്ജസിനോട് ചോദിക്കട്ടെ. ആദ്യമേ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഭംഗിവാക്ക് പറയുകയല്ല, അങ്ങനെ തന്നെ ആയിരുന്നു. ഞാനിതിൽ കാണുന്നത് മലയാള സിനിമയിലേക്ക് അഭിനയത്തിന്റെ തട്ടകത്തിലേക്ക് കടന്നു വരാൻ എന്തുകൊണ്ടും യോഗ്യരായ 10 പേരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡിന്റെ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ ദുബായിൽ നടക്കുമ്പോൾ അതിലേക്ക് എത്ര പേർ പോകും എന്നുള്ളതിന് പുറത്ത് ഈ 10 പേരിലും ഞാൻ കാണുന്നത് സർഗശേഷിയുള്ള അഭിനേതാക്കളെയാണ്. അതുതന്നെയാണ് ഈ ഷോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യവും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മത്സരങ്ങളിൽ വിജയിക്കുന്നവർ ആവണമെന്നില്ല ചരിത്രത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവർ. അപ്പൊ ആത്മവിശ്വാസം ഒരു പോയിന്റ് പോലും കുറയാൻ പാടില്ല. കുറയുക എന്നുള്ളത് നിങ്ങൾ പ്രവർത്തിക്കുന്ന കലയുടെ ലോകത്തിനോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞു, ഈ 3000 പേരെ കുറിച്ചാണ് ആദ്യം ആലോചിക്കേണ്ടത്. 2990 പേർ പുറത്തു നിൽക്കുകയാണ്. ഈ വേദി അവർക്ക് അന്യമായിരുന്നു, അല്ലെങ്കിൽ എത്താവുന്നതിന്റെ അപ്പുറത്ത് എവിടെയോ ദൂരത്തായിരുന്നു. അവിടേക്കാണ് നിങ്ങൾ വന്നു നിൽക്കുന്നത്. പേരുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് രേവതിക്ക് പറയാനുള്ളത് നോക്കാം. ഇതിനേക്കാളും എനിക്കൊന്നും പറയാനില്ല. ഒറ്റ കാര്യം ഇസ് ദാറ്റ് ഇതേ നടന്മാർ വേറൊരു ജൂറി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് വിന്നേഴ്സ് ആയിരിക്കാം. സോ അതുകൊണ്ട് എനിക്ക് ഇറ്റ് ഈസ് നൈസ്. ഇപ്പോൾ ഒരാൾ പോലും വേറെ വിധത്തിൽ അവർ ആലോചിക്കുകയാണെങ്കിൽ പിന്നെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. പക്ഷെ ഐ തിങ്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു വേദിയിൽ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഇതൊക്കെ ഭയങ്കര കറേജ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ ജസ്റ്റ് ഗോ അഹെഡ്. ഇതിൽ വിന്നിങ് ലൂസിങ് ഇവിടെ അല്ല, ലൈഫിൽ വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. അതിലാണ് നിങ്ങളുടെ വിൻ ആൻഡ് ലൂസ് ഒക്കെ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ചെറിയ സ്റ്റേജാണ്, ഒരു വേദിയാണ്. വേണു സർ, എല്ലാവരും ടെൻഷനിലാണെന്നറിയാം. ഞങ്ങൾ 4 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഈ 4 പേരെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റ് 6 പേരെ തിരഞ്ഞെടുത്തില്ല എന്നല്ല. അതായത് എല്ലാവരുടെയും പെർഫോമൻസ് ഞങ്ങൾ കണ്ടു. ഇതിൽ ചിലരുടെ പെർഫോമൻസ് മറ്റുള്ളവരെക്കാളും അല്പം മുകളിൽ ആയിരുന്നു എന്നുള്ള ഒരേ ഒരു കാരണമാണ് ഈ 4 പേരെ ഉണ്ടായ കാരണം. എന്തായാലും സ്വാഭാവിക അഭിനയമാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. നിങ്ങളെല്ലാം ഭാവിയിൽ സിനിമയിൽ നിങ്ങളെയൊക്കെ കാണാൻ പറ്റും, നിങ്ങളെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും. അപ്പോൾ നിങ്ങൾക്കെല്ലാം ശോഭനമായ ഒരു ഭാവി ആശംസിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹമായ അഭിനയം വളരെ നല്ല നിലയിൽ തന്നെ മുമ്പോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം. ഇനി അധികം നേരം അവരെ നിർത്തി ഇങ്ങനെ ബോറടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രേവതിയോട് ആവശ്യപ്പെടുന്നു, ഒരു പേര് പ്രഖ്യാപിക്കാൻ. ഇവിടെ നോക്കൂ, ഇതെന്താണിത്? വല്ല PhD എക്സാമിന്റെ അല്ലെ ലൈഫിന്റെ വല്ല എക്സാം ആണോ? ഒന്നുമില്ലല്ലോ. സ്മൈൽ ആൻഡ് ഇവിടെ നോക്കൂ. ആൻഡ് നമുക്കൊന്ന് ഒരുമിച്ച് ഈ ഒരു കണ്ടസ്റ്റന്റിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. മാലവിക. Wow! Congratulations, Malavika. Okay, Malavika, ദുബായിലെ ഫിനാലിൽ, അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പ് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് 2011 ദുബായിലെ ഫിനാലയിൽ
മാളവിക പോവാൻ പോവുകയാണ്. ദുബായിന്ന് തന്നെ എത്തി, തിരിച്ച് ദുബായ് തന്നെ. ആ എന്താണ് ഫീലിംഗ് ഇപ്പൊ? എനിക്ക് ശരിക്കും പറഞ്ഞ ശ്വാസം മുട്ടുന്നു. ശ്വാസം മുട്ടുന്നു. കൺഗ്രാറ്റുലേഷൻസ്. Thank you. അപ്പൊ എന്താണ് ഇനി അമ്മയും അനിയനോടും പറയാൻ പോണേ? ഫോണിൽ വിളിച്ചിട്ട് പറയേണ്ട ഡയലോഗ് എന്താണെന്നൊന്ന് സങ്കല്പിച്ചിട്ട് ഒന്ന് എനാക്ട് ചെയ്യൂ, ഒന്ന് കാണട്ടെ. ആദ്യം ഞാൻ അമ്മയോട് പറയും, അമ്മേ ഞാൻ ഫൈനലി സെലക്ട് ആയി എന്ന് പറയും. ആ അപ്പൊ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യും? എന്ന് പറഞ്ഞ്, "ഉഫ്, ഉഫ്, എനിക്ക് സന്തോഷം കണ്ടിരിക്കാൻ പോയി, എനിക്ക് രേഷ്മയുടെ ഒക്കെ മുമ്പിലൊന്ന് ഞെളിഞ്ഞ് നടക്കാലോ." അത്രയും പറയും. രേഷ്മ ആന്റി കേക്കണ്ട. Alright, now it's time to know who the second winner is. രണ്ടാം സ്ഥാനക്കാരൻ്റെ പേരല്ല പറയാൻ പോകുന്നത്, 4 പേർക്കും ഒരേ സ്ഥാനം തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പേര്, രണ്ടാമതായി പറയാൻ പോകുന്ന പേര് ശ്രീകുമാറിൻ്റെയാണ്. ശ്രീകുമാർ. Oh, ശ്രീകുമാർ. എവിടെ 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 എവിടെ? ആ there you are. എന്താണ് ഇങ്ങനെ മിണ്ടാതെ ഒരു സൈഡിൽ നിൽക്കണതാ? പിടിച്ചു മയക്ക് പിടിച്ചിട്ട് പറയൂ, എന്താണ് ഫീലിംഗ്? എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. എൻ്റെ ഗുരുനാഥനെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഗുരുനാഥന്റെ പേര് TV ബാലകൃഷ്ണൻ, അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹമാണ് എന്നെ മോൾഡ് ചെയ്ത് ഈ ഒരു നടൻ എന്ന ഒരു ലെവലിലേക്ക് എടുത്തത്. അദ്ദേഹത്തെ ഞാൻ നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയാണ്. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും, എൻ്റെ ഇവിടെ ഞാൻ ഈ ഓഡീഷന് വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരു സുഹൃത്തുണ്ട്, വിനോദ്. ഞാൻ മാത്രമാണ് ഇന്നായുള്ളൂ, വിനോദ് ഔട്ടായി. ഞാൻ ഔട്ടായിട്ട് വിനോദ് ഇന്നാവുമായിരുന്നെങ്കിൽ വിനോദ് ഈ മത്സരത്തിൽ പങ്കെടുക്കില്ലായിരുന്നു. വിനോദാണ് എൻ്റെ കൂടെ നിഴല് പോലെ നിന്നത് ഇവിടെ ഇത്രയും ദിവസം. അപ്പോൾ ആ കൂട്ടുകാരനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്ന് മുന്നുണ്ടായിരുന്ന എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഏഷ്യാനെറ്റിലെ ഓരോ അംഗങ്ങളോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. And now we move on to the third contestant. മൂന്നാമത്തെ contestant ആരാണ്? എനിക്കിവിടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഇങ്ങനെ ഉറക്കെ ഉറക്കെ കേൾക്കാം. ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. We all know that all of you guys are winners in your own right. Okay? കൃഷ്ണപ്രിയ നസീർ. ആ കൃഷ്ണപ്രിയ, വരൂ 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 വരൂ. അപ്പൊ റെഡ് ഒരു ലക്കി കളറാണ് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. പറഞ്ഞോളൂ, ഇപ്പോഴെന്താണ് ഫീലിംഗ്? ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഭർത്താവിനും, എൻ്റെ ഫ്രണ്ട്സിനും, ദൈവത്തിനും, പാരൻസിനും, എല്ലായിടത്തും. സത്യം പറഞ്ഞ ശ്രീകുമാർ പറഞ്ഞാൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഏത് സ്കിറ്റാ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, അത് ടെൻഷൻ കാരണം ഒന്നും ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാവണില്ലായിരുന്നു. അത് അങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് മേളിൽ പോയിരുന്നിട്ട് അങ്ങനെ ചെയ്ത ഇങ്ങനെ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നും പറഞ്ഞ് എൻ്റെ പുറകെ ഓരോ ഇൻസ്ട്രക്ഷൻ പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. എന്നെക്കാളും ടെൻഷൻ ഹസ്ബൻഡായിരുന്നു. അതങ്ങനെ ചെയ്യണേ, അങ്ങനെ നാച്ചുറൽ ആയിരിക്കണേ, അങ്ങനെ ആവരുതേ എന്നൊക്കെ പറഞ്ഞു. ചേട്ടാ ഐ ലവ് യു. കൃഷ്ണ, യു ഫൈൻ നൗ? നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് പോവാം. ഓക്കെ, ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. 6 പേരെ ഒന്ന് കാണട്ടെ. ഇതിലൊരാളാണ് വ്യക്തമായി പരസ്പരം ഉള്ള മാർക്കുകൾ പരിശോധിച്ച് അത് കൂട്ടി അതിൻ്റെ ബലത്തിൽ ഏറ്റവും സ്വാഭാവികമായി പെരുമാറാൻ ശ്രമിച്ച ആളിനെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ ഉള്ള തിരഞ്ഞെടുക്കപ്പെടാതെ പോകുന്ന 6 പേരോട് ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാവരും സിനിമയുടെ ഭാഗമാവും. നിങ്ങളുടെ മനസ്സിൽ സിനിമ എന്ന സ്വപ്നമുണ്ടെങ്കിൽ നിങ്ങളവിടെ എത്തിയിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ദുബായിലേക്ക് പോകുന്ന ഈ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ ആളാരാണെന്ന് നോക്കാം. ഒരു കാര്യം പറയാൻ തോന്നുന്നു, ഇവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും കരയാൻ പാടില്ല കേട്ടോ. ഇത് കഴിഞ്ഞാൽ, ഈ പേരോടെ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 പേരെ അഭിനന്ദിക്കുക, ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കുക വേണ്ടത്. ഓക്കെ, രജീഷ് ലാൽ. കൺഗ്രാറ്റുലേഷൻസ് രജീഷ്, കൺഗ്രാറ്റുലേഷൻസ്. ഒരു ചെറിയ വിറയലൊക്കെ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞോളൂ, മനസ്സിൽ എന്താന്ന് വെച്ചാ. ഈ സമയത്ത് എൻ്റെ പാരൻസിനെ, എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ 4 ഫ്രണ്ട്സിനെ, ഷാ, ഹേമന്ത്, ശരത്, വിഷ്ണു, അവരാണ് എനിക്ക് ഇവിടെ വരാനുള്ള കാശ് പോലും തന്നത്. പിന്നെ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ മാമന്മാര്, പിന്നെ എല്ലാവരോടും നന്ദി.
എൻ്റെ നാട്ടുകാര് അവരെല്ലാം വലിയ പ്രതീക്ഷയിലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര് റോഹൻ സാറിന്റെയാണ്. ഒരുപാട് എന്നെ ഗ്രൂം ചെയ്തിട്ട് ഒരുപാട് നന്നാക്കാൻ ശ്രമിച്ചതും റോഹൻ സാറാണ്. എന്റെ ചേട്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല എങ്കിൽ അത് ഞാൻ ചേട്ടനോടൊന്നല്ല എല്ലാവരോടും ചെയ്യാൻ തെറ്റായി പോകും. കാരണം എന്നെ ഓഡിഷൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ചേട്ടൻ ഇവിടെ ഹോട്ടലിൽ റൂം എടുത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടന് ക്ലാസ് ഉണ്ടായിരുന്നിട്ട് പോലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ചേട്ടനാണ്. ചേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാവരോടും നന്ദി. അപ്പൊ ഈ 4 പേര് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ 6 പേരിൽ നിന്നും ഒരുപാട് വിധത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത്. അത് മനസ്സിൽ വിടാതിരിക്കുക. പിന്നെ ഈ ഫൈനലിൽ എത്തുമ്പോഴേക്കും ഈ കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും ഏറ്റവും സ്വാഭാവികമായ നിങ്ങളുടെ അഭിനയ ശൈലിയുടെ മുഴുവൻ